ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തിയാണ് നാം പഠിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പ്രധാന ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഷീബ ജസ്റ്റിൻ. ആദ്യത്തെ ചോദ്യം, കുറി, നറുക്ക് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദം ഏതാണ്? ഉത്തരം ചീട്ട്. പ്രവർത്തികൾ 1:26. അടുത്ത ചോദ്യം, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള എന്തൊക്കെ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല? ഉത്തരം കാലങ്ങൾ, സമയങ്ങൾ. പ്രവർത്തികൾ 1:7. അടുത്ത ചോദ്യം, ആരാണ് അനന്യാസിനെ അടക്കം ചെയ്തത്? ഉത്തരം ബാല്യക്കാർ. പ്രവർത്തികൾ 5:5-6 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഒരുമിച്ച് ഇരുന്നവർ ആരാണ്? ഉത്തരം വിശ്വസിച്ചവർ. പ്രവർത്തികൾ 2:44. അടുത്ത ചോദ്യം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ആരുടെ വാക്കുകളാണ്? ഉത്തരം പത്രോസിൻ്റെ. പ്രവർത്തികൾ 2:38. അടുത്ത ചോദ്യം, എന്താണ് രക്തമായി മാറിപ്പോകുന്നത്? ഉത്തരം ചന്ദ്രൻ. പ്രവർത്തികൾ 2:20. അടുത്ത ചോദ്യം, ഏകഹൃദയവും ഏക മനസ്സുമുള്ളവർ ആരാണ്? ഉത്തരം വിശ്വസിച്ചവരുടെ കൂട്ടം. പ്രവർത്തികൾ 4:32. അടുത്ത ചോദ്യം, ആരാണ് ദർശനങ്ങൾ ദർശിക്കുന്നത്? ഉത്തരം യൗവനക്കാർ. പ്രവർത്തികൾ 2:17. അടുത്ത ചോദ്യം, ആരാണ് യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ? ഉത്തരം നിക്കോലാവോസ്. പ്രവർത്തികൾ 6:5. അടുത്ത ചോദ്യം, ലിബർത്തീനർ എന്നു പേരുള്ള പള്ളിക്കാരിലും കുറേനക്കാരിലും അലക്സാന്ദ്രിയക്കാരിലും കിലിക്യ, ആസ്യ എന്ന ദേശക്കാരിലും ചിലർ എഴുന്നേറ്റ് തർക്കിച്ചത് ആരോടാണ്? ഉത്തരം സ്തെഫാനോസിനോട്. പ്രവൃത്തികൾ 6:9. അടുത്ത ചോദ്യം, എന്തുപോലെയാണ് ആകാശത്ത് നിന്ന് മുഴക്കമുണ്ടായത്? ഉത്തരം കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അപ്പോസ്തല പ്രവൃത്തി 2:2. അടുത്ത ചോദ്യം, ദൈവം എന്തഴിച്ചിട്ടാണ് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഉത്തരം മരണപാശങ്ങൾ. പ്രവർത്തികൾ 2:24. അടുത്ത ചോദ്യം, ആരുടെ കല്ലറയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഗോത്രപിതാവായ ദാവീദിൻ്റെ. അപ്പോസ്തല പ്രവൃത്തി 2:29. അടുത്ത ചോദ്യം, എന്താണ് കർത്താവ് വിളിച്ചു വരുത്തിയ ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ളത്? ഉത്തരം വാഗ്ദത്തം. 2:39. അടുത്ത ചോദ്യം, വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നവർ ആരാണ്? ഉത്തരം ജനം. പ്രവർത്തികൾ 3:9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഇവിടെ നിന്നാണ് ആശ്വാസകാലങ്ങൾ വരുന്നത്? ഉത്തരം കർത്താവിൻ്റെ സമ്മുഖത്ത് നിന്ന്. പ്രവർത്തികൾ 3:19-20. അടുത്ത ചോദ്യം, ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം മോശ. പ്രവർത്തികൾ 3:23. അടുത്ത ചോദ്യം, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചവർ ആരെല്ലാമാണ്? ഉത്തരം അനന്യാസും സഫീരയും. പ്രവർത്തികൾ 5:1-9. അടുത്ത ചോദ്യം, കാരാഗൃഹത്തിൻ്റെ വാതിൽ തുറന്നത് ആരാണ്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. പ്രവർത്തികൾ 5:19.
അടുത്ത ചോദ്യം, യെരൂശലേമിനെ എന്തുകൊണ്ടാണ് നിറച്ചിരിക്കുന്നത്? ഉത്തരം, ഉപദേശം കൊണ്ട്. പ്രവർത്തികൾ 5:28. അടുത്ത ചോദ്യം, സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ പരീശൻ ആരാണ്? ഉത്തരം, ഗമാലിയേൽ. പ്രവർത്തികൾ 5:34. അടുത്ത ചോദ്യം, 12 ഗോത്രപിതാക്കന്മാരെ ജനിപ്പിച്ചത് ആരാണ്? ഉത്തരം, യാക്കോബ്. പ്രവർത്തികൾ 7:8. അടുത്ത ചോദ്യം, മോശയ്ക്ക് എത്ര വയസ്സ് തികയാറായപ്പോഴാണ് ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നിയത്? ഉത്തരം, 40 വയസ്സ്. 7:23. അടുത്ത ചോദ്യം, കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ മോശയെ എന്തു ചെയ്തു? ഉത്തരം, ഉന്തിക്കളഞ്ഞു. പ്രവർത്തികൾ 7:27. അടുത്ത ചോദ്യം, ആരുടെ കൂടാരത്തെയാണ് ഇസ്രായേൽ ഗൃഹം എടുത്തുകൊണ്ട് നടന്നത്? ഉത്തരം, മോലേക്കിൻ്റെ. പ്രവർത്തികൾ 7:43. അടുത്ത ചോദ്യം, ആരാണ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്ര ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത്? ഉത്തരം, സ്തെഫാനോസ്. 7:56, 59 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നത്? ഉത്തരം, ഫിലിപ്പോസ്. 8:12. അടുത്ത ചോദ്യം, ആര് പറയുന്നതാണ് പുരുഷാരം ഏകമനസ്സോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം, ഫിലിപ്പോസ്. പ്രവർത്തികൾ 8:6. അടുത്ത ചോദ്യം, ശൗലിനെ കൊല്ലുവാൻ വട്ടം കൂട്ടിയവർ ആരാണ്? ഉത്തരം, യവന ഭാഷക്കാരായ യഹൂദന്മാർ. പ്രവർത്തികൾ 9:29. അടുത്ത ചോദ്യം, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു എന്ന് പത്രോസിനോട് ആരാണ് പറഞ്ഞത്? ഉത്തരം, ആത്മാവ്. പ്രവർത്തികൾ 10:19. അടുത്ത ചോദ്യം, എന്തിനാണ് ദൈവം ജാതികൾക്ക് മാനസാന്തരം നൽകിയത്? ഉത്തരം, ജീവപ്രാപ്തിക്കായി. പ്രവർത്തികൾ 11:18. അടുത്ത ചോദ്യം, ആരാണ് ദൈവകൃപ കണ്ട് സന്തോഷിച്ചത്? ഉത്തരം, ബർന്നബാസ്. പ്രവർത്തികൾ 11:22-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് സ്തെഫാനോസിനെ അടക്കം ചെയ്തത്? ഉത്തരം, ഭക്തിയുള്ള പുരുഷന്മാർ. പ്രവർത്തികൾ 8:2. അടുത്ത ചോദ്യം, ദൈവം ആർക്കാണ് പരിച്ഛേദന എന്ന നിയമം കൊടുത്തത്? ഉത്തരം, അബ്രഹാമിന്. പ്രവർത്തികൾ 7:8. അടുത്ത ചോദ്യം, യോസഫിനോട് ആരാണ് അസൂയപ്പെട്ടത്? ഉത്തരം, ഗോത്രപിതാക്കന്മാർ. പ്രവർത്തികൾ 7:9. അടുത്ത ചോദ്യം, ദൈവം ആർക്കാണ് ഫറവോന്റെ മുൻപാകെ കൃപയും ജ്ഞാനവും കൊടുത്തത്? ഉത്തരം, യോസഫിന്. പ്രവർത്തികൾ 7:9-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ എവിടെയൊക്കെയാണ് സഞ്ചരിച്ചത്? ഉത്തരം, ഫൊയ്നിക്യ, കുപ്രോസ്, അന്തോക്യ. പ്രവർത്തികൾ 11:19. അടുത്ത ചോദ്യം, ആരുടെ പ്രാർത്ഥനയും ധർമ്മവുമാണ് ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയത്? ഉത്തരം, കൊർന്നേലിയോസിൻ്റെ. പ്രവർത്തികൾ 10:3-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പകരത്തിന് പകരം ചെയ്യൽ, ഇതിന് പകരം പറഞ്ഞിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം, പ്രതിക്രിയ. പ്രവർത്തികൾ 7:24.
അടുത്ത ചോദ്യം, രാജാവിൻ്റെ പള്ളിയറക്കാരൻ ആരാണ്? ഉത്തരം ബ്ലസ്തോസ്. പ്രവർത്തികൾ 12:20. അടുത്ത ചോദ്യം, ആരാണ് ബിഥുന്യയ്ക്ക് പോകുവാൻ സമ്മതിക്കാത്തത്? ഉത്തരം യേശുവിൻ്റെ ആത്മാവ്. പ്രവർത്തികൾ 16:7. അടുത്ത ചോദ്യം, പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചത് ആരാണ്? ഉത്തരം പൗലോസ്. പ്രവർത്തികൾ 15:37. അടുത്ത ചോദ്യം, അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ആരാണ്? ഉത്തരം തടവുകാർ. പ്രവർത്തികൾ 16:25. അടുത്ത ചോദ്യം, പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് ആരുടെ ഹൃദയമാണ് തുറന്നത്? ഉത്തരം ലുദിയയുടെ. പ്രവർത്തികൾ 16:14. അടുത്ത ചോദ്യം, സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടിയത് ആരാണ്? ഉത്തരം ഹെരോദാവ്. പ്രവർത്തികൾ 12:1. അടുത്ത ചോദ്യം, ആരാണ് ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലും ആയത്? ഉത്തരം പട്ടണത്തിലെ ജനസമൂഹം. പ്രവർത്തികൾ 14:4. അടുത്ത ചോദ്യം, ആരാണ് വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുൻപിൽ വീണത്? ഉത്തരം കാരാഗ്രഹ പ്രമാണി. പ്രവർത്തികൾ 16:27-29 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, റോമക്കാർ കുടിയേറിപ്പാർത്ത പട്ടണം ഏതാണ്? ഉത്തരം ഫിലിപ്പിയ. പ്രവർത്തികൾ 16:11-12 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള കാലങ്ങളാണ് ദൈവം തരുന്നത്? ഉത്തരം ഫലപുഷ്ടിയുള്ള കാലങ്ങൾ. പ്രവർത്തികൾ 14:17. അടുത്ത ചോദ്യം, ആരാണ് നിദ്ര പ്രാപിച്ച് തൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവ്യത്വം കണ്ടത്? ഉത്തരം ദാവീദ്. പ്രവർത്തികൾ 13:36. അടുത്ത ചോദ്യം, പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം പൗലോസും ബർന്നബാസും പോയത് എവിടെയാണ്? ഉത്തരം അത്തലിലേക്ക്. പ്രവർത്തികൾ 14:25. അടുത്ത ചോദ്യം, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പ്രാണത്യാഗം ചെയ്തവർ ആരാണ്? ഉത്തരം ബർന്നബാസും പൗലോസും. പ്രവർത്തികൾ 15:25-26. അടുത്ത ചോദ്യം, ആരാണ് പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചും കൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞത്? ഉത്തരം യഹൂദന്മാർ. പ്രവർത്തികൾ 13:45. അടുത്ത ചോദ്യം, എന്താണ് ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നത്? ഉത്തരം മോശയുടെ ന്യായപ്രമാണം. പ്രവർത്തികൾ 15:21. അടുത്ത ചോദ്യം, എവിടെ വെച്ചാണ് യോഹന്നാൻ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയത്? ഉത്തരം പെർഗയിൽ വെച്ച്. പ്രവർത്തികൾ 13:13. അടുത്ത ചോദ്യം, എന്ത് കാരണം കൊണ്ടാണ് കർത്താവിൻ്റെ ദൂതൻ ഹെരോദാവിനെ അടിച്ചത്? ഉത്തരം ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ. 12:21-23 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നവർ? ഉത്തരം ശിഷ്യന്മാർ. 13:52. അടുത്ത ചോദ്യം, എണ്ണത്തിൽ ദിവസേന പെരുകിയത് എന്താണ്? ഉത്തരം സഭകൾ. പ്രവർത്തികൾ 16:5. അടുത്ത ചോദ്യം, എവിടെ ചെല്ലുന്ന വാതിലാണ് സ്വതവേ തുറന്നത്?
ഉത്തരം പട്ടണത്തിൽ. പ്രവൃത്തികൾ 12:10. അടുത്ത ചോദ്യം, എല്ലാറ്റിലും അതിഭക്തന്മാർ ആരാണ്? ഉത്തരം അധേന പുരുഷന്മാർ. പ്രവൃത്തികൾ 17:22. അടുത്ത ചോദ്യം, തൻ്റെ സകല കുടുംബത്തോടും കൂടി കർത്താവിൽ വിശ്വസിച്ച പള്ളിപ്രമാണി ആരാണ്? ഉത്തരം ക്രിസ്പോസ്. പ്രവൃത്തികൾ 18:8. അടുത്ത ചോദ്യം, പൗലോസ് എഫെസോസിൽ നിന്ന് കപ്പൽ നീക്കി എവിടെയാണ് ഇറങ്ങിയത്? ഉത്തരം കൈസര്യയിൽ. പ്രവൃത്തികൾ 18:21-22. അടുത്ത ചോദ്യം, കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആരാണ്? ഉത്തരം അപ്പൊല്ലോസ്. 18:24-25. അടുത്ത ചോദ്യം, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ദുരാത്മാവ്. പ്രവൃത്തികൾ 19:15. അടുത്ത ചോദ്യം, പൗലോസ് 3 മാസം കഴിഞ്ഞത് എവിടെയാണ്? ഉത്തരം യവനദേശത്ത്. പ്രവൃത്തികൾ 20:2-3 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, തുഹിക്കോസിൻ്റെ സ്ഥലം ഏതാണ്? ഉത്തരം ആസ്യ. പ്രവൃത്തികൾ 20:4. അടുത്ത ചോദ്യം, യഹൂദിയിൽ നിന്ന് വന്ന പ്രവാചകൻ ആരാണ്? ഉത്തരം അഗബോസ്. പ്രവൃത്തികൾ 21:10. അടുത്ത ചോദ്യം, പഴയ ശിഷ്യൻ ആരാണ്? ഉത്തരം മ്നാസോൻ. അപ്പോസ്തല പ്രവൃത്തി 21:16. അടുത്ത ചോദ്യം, നേർച്ചയുള്ള എത്ര പുരുഷന്മാർ ഉണ്ടായിരുന്നു? ഉത്തരം 4. പ്രവൃത്തികൾ 21:23. അടുത്ത ചോദ്യം, പൗലോസിനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരൂശലേമൊക്കെയും കലക്കത്തിലായി എന്ന് ആർക്കാണ് വർത്തമാനമെത്തിയത്? ഉത്തരം സഹസ്രാധിപന്. പ്രവൃത്തികൾ 21:31. അടുത്ത ചോദ്യം, ഒരു പ്രസിദ്ധ നഗരം ഏതാണ്? ഉത്തരം തർസോസ്. പ്രവൃത്തികൾ 21:39. അടുത്ത ചോദ്യം, ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി എത്ര ദിവസം കൊണ്ട് ത്രോവാസിലെത്തി? ഉത്തരം 5 ദിവസം. പ്രവൃത്തികൾ 20:6. അടുത്ത ചോദ്യം, പുറോസിൻ്റെ മകൻ ആരാണ്? ഉത്തരം സോപത്രോസ്. പ്രവൃത്തികൾ 20:4. അടുത്ത ചോദ്യം, മിഥുലേനയിൽ നിന്ന് ഏത് ദ്വീപിൻ്റെ തൂക്കിലാണ് എത്തിയത്? ഉത്തരം ഖിയോസ്. പ്രവൃത്തികൾ 20:14-15. അടുത്ത ചോദ്യം, ലോത്തോസിൽ നിന്ന് പൗലോസ് എഫെസോസിലേക്ക് ആളയച്ച് ആരെയാണ് വരുത്തിയത്? ഉത്തരം സഭയിലെ മൂപ്പന്മാരെ. പ്രവൃത്തികൾ 20:17. അടുത്ത ചോദ്യം, യേശു തന്നെ ക്രിസ്തു എന്ന് ആർക്കാണ് പൗലോസ് സാക്ഷീകരിച്ചത്? ഉത്തരം യഹൂദന്മാർക്ക്. 18:5. അടുത്ത ചോദ്യം, ആരാണ് യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞത്? ഉത്തരം അപ്പൊല്ലോസ്. പ്രവൃത്തികൾ 18:24-28. അടുത്ത ചോദ്യം, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു, ആരുടെ വാക്കുകളാണിത്? ഉത്തരം കർത്താവിൻ്റെ. പ്രവൃത്തികൾ 23:11. അടുത്ത ചോദ്യം, ഒരു വ്യവഹാരജ്ഞൻ ആരാണ്? ഉത്തരം തെർത്തുല്ലോസ്. പ്രവൃത്തികൾ 24:1. അടുത്ത ചോദ്യം, എന്തിനെയൊക്കെ കുറിച്ച് പൗലോസ് സംസാരിക്കുമ്പോഴാണ് ഫെലിക്സ് ഭയപരവശനായത്? ഉത്തരം നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച്. 24:25. അടുത്ത ചോദ്യം, വെള്ള തേച്ച ചുവരെ പൗലോസ് ആരെയാണ്
ഇങ്ങനെ വിളിച്ചത്? ഉത്തരം മഹാപുരോഹിതനായ അനന്യാസിനെ. പ്രവൃത്തികൾ 23:2-3. അടുത്ത ചോദ്യം, പൗലോസ് റോമ പൗരനെന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടത് ആരാണ്? ഉത്തരം സഹസ്രാധിപൻ. പ്രവൃത്തികൾ 22:29. അടുത്ത ചോദ്യം, ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷൻ ആരാണ്? ഉത്തരം അനന്യാസ്. പ്രവൃത്തികൾ 22:12. അടുത്ത ചോദ്യം, ആരാണ് ദൈവാലയത്തിൽ വെച്ച് പൗലോസിനെ പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചത്? ഉത്തരം യഹൂദന്മാർ. പ്രവൃത്തികൾ 26:21. അടുത്ത ചോദ്യം, പൗലോസെ നിനക്ക് ഭ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞത് ആരാണ്? ഉത്തരം ഫെസ്തോസ്. പ്രവൃത്തികൾ 26:24. അടുത്ത ചോദ്യം, എവിടെ നിന്ന് വന്ന യഹൂദന്മാരാണ് ചുറ്റും നിന്ന് അവൻ്റെ നേരെ കഠിന കുറ്റം പലതും ബോധിപ്പിച്ചത്? ഉത്തരം യെരൂശലേമിൽ നിന്ന്. 25:7. അടുത്ത ചോദ്യം, അഗ്രിപ്പ രാജാവും ബെർണീക്കയും ആരെ വന്ദനം ചെയ്യുവാനാണ് കൈസര്യയിൽ എത്തിയത്? ഉത്തരം ഫെസ്തോസിനെ. പ്രവൃത്തികൾ 25:13. അടുത്ത ചോദ്യം, അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഗ്രഹിച്ചു. ആരുടെ വാക്കുകൾ? ഉത്തരം ഫെസ്തോസിൻ്റെ. 25:24-25 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, പൗലോസ് ഏത് മതത്തിന് മുമ്പൻ എന്നാണ് തെർത്തുല്ലോസ് പറഞ്ഞത്? ഉത്തരം നസ്രായ മതം. പ്രവൃത്തികൾ 24:5. അടുത്ത ചോദ്യം, അരികെ നിൽക്കുന്നവർ പൗലോസ് ആരെ ശകാരിക്കുന്നു എന്നാണ് ചോദിച്ചത്? ഉത്തരം ദൈവത്തിൻ്റെ മഹാപുരോഹിതനെ. പ്രവൃത്തികൾ 23:4. അടുത്ത ചോദ്യം, ദൂതനും ആത്മാവുമുണ്ടെന്ന് പ്രമാണിക്കുന്നവർ ആരാണ്? ഉത്തരം പരീശന്മാർ. പ്രവൃത്തികൾ 23:8. അടുത്ത ചോദ്യം, ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല, ഇങ്ങനെ പറഞ്ഞവർ ആരാണ്? ഉത്തരം പരീശന്മാരിലെ ശാസ്ത്രിമാരിൽ ചിലർ. പ്രവൃത്തികൾ 23:9. അടുത്ത ചോദ്യം, എത്ര പേരാണ് പൗലോസിനെ കൊന്നുകളയുവോളം ഒന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തത്? ഉത്തരം 40-ലധികം പേർ. 23:12-13 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു, ഇങ്ങനെ ആരാണ് പറഞ്ഞത്? ഉത്തരം അഗ്രിപ്പ. പ്രവൃത്തികൾ 26:28. അടുത്ത ചോദ്യം, 3 മണി നേരത്ത് കൈസര്യയ്ക്ക് പോകുവാൻ എത്ര കുതിരച്ചേവകരെയാണ് ഒരുക്കിയത്? ഉത്തരം 70. പ്രവൃത്തികൾ 23:23. അടുത്ത ചോദ്യം, ആരാണ് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തത്? ഉത്തരം പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണി. 28:7. അടുത്ത ചോദ്യം, സുറക്കൂസയിൽ നിന്ന് ചുറ്റി ഓടി എവിടെയാണ് എത്തിയത്? ഉത്തരം രേഗ്വാനിൽ. പ്രവൃത്തികൾ 28:12. അടുത്ത ചോദ്യം, ആരെ കണ്ടിട്ടാണ് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചത്? ഉത്തരം റോമയിലെ സഹോദരന്മാരെ. പ്രവൃത്തികൾ 28:14-15. അടുത്ത ചോദ്യം, എന്ത് നിമിത്തമാണ് പൗലോസ് ചങ്ങല ധരിക്കുന്നത്? ഉത്തരം ഇസ്രായേലിൻ്റെ പ്രത്യാശ നിമിത്തം. 28:20. അടുത്ത ചോദ്യം, ആരാണ് പൗലോസിനോട് ദയ കാണിച്ചത്? ഉത്തരം യൂലിയോസ്. പ്രവൃത്തികൾ 27:3. അടുത്ത ചോദ്യം,
തെക്കൻ കാറ്റിന് വിരോധമായി അടിച്ച കാറ്റ് ഏതാണ്? ഉത്തരം ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്. പ്രവൃത്തികൾ 27:13-14. അടുത്ത ചോദ്യം, കപ്പലിൻ്റെ ഭാരം കുറച്ചത് എങ്ങനെയാണ്? ഉത്തരം ധാന്യം കടലിൽ കളഞ്ഞ്. 27:38. അടുത്ത ചോദ്യം, തിരയുടെ കേമത്താൽ ഉടഞ്ഞുപോയത് എന്താണ്? ഉത്തരം അമരം. പ്രവർത്തികൾ 27:41. അടുത്ത ചോദ്യം, വള്ളം, കപ്പൽ മുതലായവയുടെ മുൻഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം അണിയം. പ്രവർത്തികൾ 27:41. അടുത്ത ചോദ്യം, സഹായം, തുണ ഈ പദങ്ങൾക്ക് പകരം പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ഉദവി. പ്രവർത്തികൾ 11:29. അടുത്ത ചോദ്യം, ഉറപ്പ്, ഈട് ഈ പദങ്ങൾക്ക് പകരം പറഞ്ഞിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം ജാമ്യം. പ്രവർത്തികൾ 17:9. അടുത്ത ചോദ്യം, ആകാശം, സ്വർഗം എന്നൊക്കെ അർത്ഥം വരുന്ന രണ്ടക്ഷര വാക്ക് ഏതാണ്? ഉത്തരം ദ്യോവ്. പ്രവർത്തികൾ 19:35. അടുത്ത ചോദ്യം, സൂക്ഷിച്ചു നോക്കി എന്നതിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം ഏതാണ്? ഉത്തരം ഉറ്റുനോക്കി. പ്രവർത്തികൾ 23:1. അടുത്ത ചോദ്യം, പേരിനോട് ചേർക്കുന്ന ബഹുമാന സൂചകമായ പദം ഏതാണ്? ഉത്തരം രാജശ്രീ. അപ്പോസ്തല പ്രവൃത്തി 24:3. ഈ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.